ജൂലൈ 24 മുതൽ ഈ 6 നക്ഷത്രക്കാരുടെ യോഗം തെളിയും. ഐശ്വര്യവും സമാധാനവും സന്തോഷവും ധനവരവുമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിൽ വിശാഖം നക്ഷത്രക്കാരെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഇതുവരെ അനുഭവിച്ച അവരുടെ ക്ലേശങ്ങളെല്ലാം മാറിമറിയും. ഇനി അവർക്ക് ഐശ്വര്യത്തിൻ്റെ നാളുകളാണ്. തടസ്സമായി നിന്ന സാമ്പത്തിക ക്ലേശങ്ങളെല്ലാം ഇനി വേഗം അവസാനിക്കും. അനിഴമാണ് ഗുണഫലങ്ങളിലേക്ക് നീങ്ങുന്ന അടുത്ത നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഇതുവരെ അനുഭവിച്ച മാനസിക ക്ലേശങ്ങളെല്ലാം നീങ്ങും. മനസ്സമാധാനം ഇനി ഇവരുടെ ജീവിതത്തിലുണ്ടാവും. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളുടെ ആശീർവാദത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാവും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഇവർ ആരോഗ്യത്തിൽ ശ്രദ്ധ വയ്ക്കണമെങ്കിലും ഇവർക്കും ഐശ്വര്യത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇവർ ശിവപ്രീതിക്കായി മഹാദേവന് കൂവളമാല സമർപ്പിക്കണം. മറ്റ് നിവേദ്യങ്ങൾ നടത്താം. രേവതി നക്ഷത്രക്കാർക്കാണ് ഇനി അഭിവൃദ്ധി കൈവരുന്നത്. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ജീവിതത്തിൽ ഉയർച്ച കൈവരും. അടുത്തത് അശ്വതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കോടീശ്വരി യോഗമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് ഉയർച്ചയും സത്ഫലങ്ങളും ഉണ്ടാവും. ഈശ്വരാധീനം കുറയാതിരിക്കാൻ ഇവർ ശിവഭജനം മുടക്കരുത്. ഭഗവാന് യഥാവിധി അർച്ചനകൾ സമർപ്പിക്കാം. ഇനി ഭരണി നക്ഷത്രക്കാരുടെ ഫലമാണ്. ഈ മാസം ഐശ്വര്യസമ്പൂർണമായ ജീവിതമാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തികമായി ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ആരോഗ്യപരമായും ഇവർക്ക് കാലം ഗുണഫലമാണ്. മനസ്സമാധാനവും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.